നമസ്കാരം. കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി എന്നെ പ്രഖ്യാപിക്കണം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വെല്ലുവിളി. വ്യാജരേഖ ചമച്ചു എന്ന് കാട്ടി റേഷൻ കാർഡ് റദ്ദാക്കിയ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടിക്കെതിരെ പരിഹാസവുമായി ജനപ്രതിനിധി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും CPIയുടെ സിവിൽ സപ്ലൈസ് വകുപ്പിനോടും കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേയൊരു ജനപ്രതിനിധിയായി എന്നെ പ്രഖ്യാപിക്കണമെന്ന അപേക്ഷ ഒപ്പ് എന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ റേഷൻ കാർഡ് റദ്ദാക്കിയ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നടപടി അതിശക്തമായ ഭാഷയിലാണ് അവർ പരിഹസിക്കുന്നത്. താൻ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ആരോപണമുയർന്നത്. പത്തനംതിട്ട മണക്കാലിയിലെ പരേതിയായ യശോദയുടെ റേഷൻ കാർഡിലാണ് ശ്രീനാദേവിയുടെ പേര് ചേർത്തിരിക്കുന്നത്. യശോദയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്നാണ് ആ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യശോദയ്ക്ക് അങ്ങനെയൊരു സഹോദരിയോ മകളോ ഇല്ലെന്ന മക്കൾ പരാതി നൽകുകയായിരുന്നു. താലൂക്ക് സപ്ലൈ ഓഫീസർ നടത്തിയ പരിശോധനയിൽ ശ്രീനാദേവി ഈ വീട്ടിൽ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി. പരാതിക്കാർ പറയുന്നത് പോലെ ബന്ധുത്വം തെളിയിക്കുവാൻ ശ്രീനാദേവിക്ക് കഴിഞ്ഞില്ലെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് കാർഡ് പൂർണ്ണമായും റദ്ദാക്കാൻ ഉത്തരവിട്ടത്. 2020 ഇതേ വിലാസം ഉപയോഗിച്ചാണ് ശ്രീനാദേവി പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചത്. അന്നില്ലാത്ത പരാതി ഇപ്പോൾ അവർ കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നാണ് UDFന്റെ ചോദ്യം. എന്നാൽ വ്യാജവിലാസത്തിലാണ് വോട്ട് ചേർത്തതെങ്കിൽ അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം അയോഗ്യതയാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വിലാസം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേർ നീക്കം ചെയ്യപ്പെടും. താൻ ആ വീടിന്റെ ഉടമസ്ഥയാണെന്നും രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും ശ്രീനാദേവി ആവർത്തിക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഈ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനാണ് അവരുടെ നീക്കം. പത്തനംതിട്ടയിലെ രാഷ്ട്രീയ പോരാട്ടം ഇനി കോടതി മുറികളിലേക്കും നീങ്ങും. എന്നാൽ ഈ റേഷൻ കാർഡ് വിവാദത്തെ വെറുമൊരു സാങ്കേതിക പിഴവായി കാണാനാകില്ല എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ പിന്തുണയ്ക്കുന്നവരുടെ പക്ഷം. പത്തനംതിട്ട രാഷ്ട്രീയത്തിൽ ശക്തമായ ചുവടുവെക്കുന്ന ഒരു വനിതാ പ്രതിനിധിയെ തളച്ചിടുവാനുള്ള ഗൂഢാലോചനയാണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ശ്രീനാദേവിക്കൊപ്പം കോൺഗ്രസ് കരുത്തുറ്റ പിന്തുണയുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് MA ഷഹനാസിനെ പോലെയുള്ള യുവ നേതാവ് തന്നെ ശ്രീനാദേവിക്കെതിരായി രംഗത്ത് വന്നതൊക്കെ ശ്രദ്ധേയമായിരുന്നു. CPIയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതേ രേഖകളിൽ വെച്ച് മത്സരിച്ചപ്പോൾ ആർക്കും പരാതിയില്ല. അവർ കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ മാത്രം ബന്ധുത്വം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? പള്ളിക്കൽ ഡിവിഷനിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ഇല്ലാതാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിനെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പൊതുജന അഭിപ്രായം. MA ഷഹനാസ് ഉൾപ്പെടെയുള്ളവർ ശ്രീനാദേവിക്കെതിരെ തിരിഞ്ഞതോടെയാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുവാൻ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു റേഷൻ കാർഡ് റദ്ദാക്കിയതുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന രാഷ്ട്രീയ പ്രവർത്തകയെ തളർത്താനാകില്ലെന്ന് കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുന്നു. ഷഹനാസിനെ പോലെയുള്ള നേതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്: ഇത് വെറും റേഷൻ കാർഡിന്റെ പ്രശ്നമല്ല, ഒരു സ്ത്രീയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന CPIയുടെ പകപോക്കലാണ്. നീതിക്കായി ഞങ്ങൾ അവസാനം വരെ കൂടെ ഉണ്ടാകും. താൻ ആ വീടിന്റെ അവകാശിയാണെന്നും രേഖകളിലെ സാങ്കേതിക പിഴവുകൾ തിരുത്തുവാൻ തനിക്ക് അവകാശമുണ്ടെന്നും ശ്രീനാദേവി ആവർത്തിക്കുന്നുണ്ട്. ഷഹനാസിനെ പോലെയുള്ളവരുടെ കുത്തലുകൾ പിന്നിലുണ്ടായിട്ടും കോൺഗ്രസിന്റെ രാഷ്ട്രീയ കരുത്തും ഈ പോരാട്ടത്തിൽ ശ്രീനാദേവിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പത്തനംതിട്ടയിലെ ജനങ്ങൾക്കറിയാം ആരാണ് ശരിയെന്ന. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു. കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണ് ശ്രീനാദേവിയുടെ പേര് ചേർത്തതെന്നും എന്നാൽ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് കാർഡ് റദ്ദാക്കിയത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായാണ് ശ്രീനാദേവി പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ആദ്യമായി മത്സരിച്ച് വിജയിച്ചത്. കൊല്ലം ജില്ലയിൽ താമസമുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ച് ആ സമയത്ത് പരാതി ഉയർന്നിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. ഏറാത്ത് പഞ്ചായത്തിലെ മണക്കാല കൊല്ലശ്ശേരിയിൽ വീട്ടിൽ പരേതിയായ യശോദയുടെ വീടിന്റെ പേരിലാണ് റേഷൻ കാർഡ് എടുത്തത്. ഈ റേഷൻ കാർഡ് ഉപയോഗിച്ചാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തെരഞ്ഞെടുപ്പ് രേഖകളുമുള്ളത്. ഡിസംബറിൽ SIR വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിലുള്ളതായി അറിയാൻ കഴിഞ്ഞതെന്നാണ് കാർഡ് ഉടമയുടെ മക്കളിൽ ഒരാളായ ശ്രീജിത്ത് S പിള്ള പറയുന്നത്. ജനുവരി 10 ഇത് സംബന്ധിച്ച് പരാതി നൽകിയതും പരാതിക്കാർ അടുത്ത ബന്ധുക്കളാണ്. ബന്ധമില്ലെന്ന് പറഞ്ഞത് തെറ്റാണ്. കഴിഞ്ഞ തവണ CPIക്കായി മത്സരിച്ചപ്പോഴുള്ള മേൽവിലാസമാണ് ഇപ്പോഴുള്ളത്. റേഷൻ കാർഡും വോട്ടർ IDയും ഇതേ വിലാസത്തിലായിരുന്നു. 20 വർഷമായി CPI മത്സരിച്ചിരുന്ന സീറ്റ് പിടിച്ചെടുത്തപ്പോഴാണ് അവർക്ക് പ്രശ്നമുണ്ടായത്. പേരൊഴിവാക്കണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അതിനാലാണ് കാർഡ് മൊത്തത്തിൽ റദ്ദാക്കിയത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പരാതി വ്യാജമാണ്. താനും ആ വീടിന്റെ ഉടമസ്ഥയാണെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു.
റേഷൻ കാർഡ് റദ്ദാക്കിയ നടപടി പരിഹസിച്ചുകൊണ്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റ് ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. സർക്കാരിന്റെ പകപോക്കലിനെതിരെ ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് കമന്റ് ബോക്സുകളിലും നിറയുന്നത്. നിലവിൽ ഇവർ കോൺഗ്രസുകാരിയാണെങ്കിലും ആരോപണം വ്യക്തിപരമാണെങ്കിലും മറുപടി പറയേണ്ടത് ഇടതുപക്ഷമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചപ്പോഴും ഇതേ രേഖകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടുമ്പോൾ ട്രൗസർ, നിങ്ങൾ ഇടുമ്പോൾ വള്ളിക്കളസം നിലപാടാണോ എന്ന് പറയേണ്ടത് LDF എന്നാണ് കമന്റായി ഉയർന്നത്. എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും സംസാരിക്കാൻ കഴിവുമുള്ള ഒരാളെ CPI എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. എത്ര ക്ലിയർ ആണ് അവരുടെ സംസാരം. രാഷ്ട്രീയത്തിൽ ഉയരങ്ങളിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു എന്നും മറ്റൊരു കമന്റുണ്ട്. ഒരു കോപ്പി ആ IAS-കാരിക്ക് കൂടി വയ്ക്കാമായിരുന്നുവെന്ന് ഷഹനാസിനെ ചൊറിഞ്ഞും കമന്റുകൾ ഉയർന്നു. കോൺഗ്രസ് പാർട്ടി ഇവർക്കൊരു നിയമസഭാ സീറ്റ് നൽകുകയാണ് വേണ്ടത്. CPIയുടെ കപടവാദങ്ങൾക്കുള്ള നല്ലത് മറുപടിയായി ഏതെങ്കിലും CPI-കാരൻ മത്സരിക്കുന്ന മണ്ഡലം കൊടുത്താൽ മതി. ഇതുകൊണ്ടൊന്നും താങ്കളെ തകർക്കാനാകില്ല. നിങ്ങൾ നല്ല കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ്. സദൈര്യം മുന്നോട്ടു പോകാം. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ തങ്ങൾക്ക് ഉണ്ടാകും. കള്ളക്കേസിൽ കുടുക്കാൻ കമ്മികളുടെ അത്രയും ബോധം ഇവിടുത്തെ മറ്റു പാർട്ടികൾക്കില്ല. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അത് ഞങ്ങൾ പഠിപ്പിക്കും. കുമാരപിള്ള സാർ ഫ്രം സന്ദേശം യൂണിവേഴ്സ്. ഇതൊക്കെ ശ്രീനിവാസൻ നേരത്തെ എഴുതിവിട്ടതാ. താങ്കളുടെ അനുഭവം ശ്രീമതി വൈഷ്ണവ് സുരേഷിനുണ്ടായ അനുഭവം പോലെ തോന്നുന്നു. വൈഷ്ണവ് സുരേഷ് വിഷയത്തിൽ നമ്മൾ ജയിച്ചു. ജെയിൻ കില്ലർ വൈഷ്ണവ് മുട്ടടിയിലും ജയിച്ചു. ഇനി താങ്കളുടെ ഊഴമാണ്, വിടരുത്. മമ്മൂട്ടിയുടെ റേഷൻ കാർഡ് വെട്ടാൻ നോക്കിയ അണികൾ അപ്പോഴാണ് മുഖ്യന് മനസ്സിലായത് മമ്മൂട്ടിയുടെ റേഷൻ കാർഡ് വെട്ടിയാൽ പാർട്ടിക്ക് റേഷൻ മുടങ്ങാതെ തരുന്ന മമ്മൂട്ടിയെ വെട്ടിയാൽ വലിയ നഷ്ടമാകുമെന്ന് കരുതി. തുടർന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരി. ശ്രീനാദേവി സിനിമാ നടിയൊന്നും അല്ലല്ലോ. ഈ സൈബർ പിന്തുണ വെറുമൊരു വൈകാരിക പ്രകടനമൊന്നുമല്ല. പത്തനംതിട്ടയിലെ സാധാരണക്കാർക്കിടയിൽ ശ്രീനാദേവി ഉണ്ടാക്കിയെടുത്ത സ്വാധീനത്തിന്റെ തെളിവ് കൂടിയാണ്. റേഷൻ കാർഡ് പോയാലും തനിക്ക് ജനങ്ങളുടെ കാർഡ് ഉണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് റദ്ദാക്കപ്പെട്ടത് കേവലം ഒരു സിവിൽ സപ്ലൈസ് നടപടി എന്നതിലുപരി അവർക്ക് ഗൗരവകരമായ നിയമ സാങ്കേതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ആ പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം. ഈ റേഷൻ കാർഡിലെ വിലാസം ഉപയോഗിച്ചാണ് അവർ പത്തനംതിട്ടയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെങ്കിൽ ആ രേഖ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്യുവാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയാൽ സ്വാഭാവികമായും അവരുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. എതിർ കക്ഷികൾക്കോ ഏതൊരു വോട്ടർക്കോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അയോഗ്യതാ നടപടികൾക്ക് അപേക്ഷ നൽകാം. കമ്മീഷൻ നടത്തുന്ന അന്വേഷണത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ 6 വർഷം വരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുവാനും കമ്മീഷന് അധികാരമുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയത് താൻ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കും എന്നാണ്. താൻ വർഷങ്ങളായി ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നും ആ വസ്തുവിൽ തനിക്ക് അവകാശമുണ്ടെന്നും തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമേ റേഷൻ കാർഡ് തിരികെ ലഭിക്കൂ. റേഷൻ കാർഡ് തിരികെ കിട്ടിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രേഖകളുടെ സാധുത സംരക്ഷിക്കുവാൻ അവർക്ക് നിയമപരമായ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ രാഷ്ട്രീയമായി വേട്ടയാടൽ എന്നതിലുപരി അവരുടെ മെമ്പർ സ്ഥാനം നിലനിർത്തുക എന്നതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നേരിടുവാൻ പോകുന്ന പ്രധാന വെല്ലുവിളി.